ഈ കൺഫർമേഷൻ ബയസ്ഡ് എന്ന ഈ ടോപ്പിക്കിൽ ഡോക്ടർ സൈരൻ പറഞ്ഞ വളരെ പ്രധാനം. അതിനൊരു ഒരൊറ്റ വിഷയം ഇടുകയാണ്, അത് സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം എന്ന ഒരൊറ്റ ടോപ്പിക് എടുത്താൽ അതിൽ ജനങ്ങളെക്കാളധികം മാധ്യമങ്ങൾ തന്നെയാണ് ഒരു പറ്റം ഇത് സംഭവിച്ചു, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് വെച്ച് പിടിച്ചു കളയാം, ഇത് വെച്ച് മുഖ്യമന്ത്രിയെ അങ്ങ് പൂർണ്ണമായും പൊളിറ്റിക്കലി കില്ല് ചെയ്യാം എന്ന് തീരുമാനിച്ചൊരു കാലം. ഈ വിഷയത്തെ നിങ്ങൾ സ്മൃതിയായിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. സ്മൃതിയായിട്ട് അപ്പോൾ സ്മൃതി പറയുന്നത് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചാൽ അത് കസ്റ്റംസിനാണ് ഏൽപ്പിക്കുന്നത്. എത്ര നിയമത്തെക്കുറിച്ച് നമ്മുടെ ക്രിമിനൽ നടപടി പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ എത്ര എന്താണ് അജ്ഞതയിൽ നിന്നാണ് കേരളത്തിലെ ഒരു മുൻനിര ചാനലിൻ്റെ ഒരു പ്രതിനിധി സംസാരിക്കുന്നത്. എന്നെ വളരെ ഇതായിട്ട് അപ്പോൾ കള്ളക്കടത്ത് പിടിച്ചപ്പോൾ കസ്റ്റംസിന് ഏൽപ്പിക്കും, എന്തിന് പോലീസിനെ ഏൽപ്പിച്ചു. അപ്പം ഇങ്ങനെയുള്ള എന്താണ് ഈ ഒരു അറിവുമില്ലായ്മയുടെ ഒരു വ്യക്തി അൻവറിന്റെ വാദം ഏറ്റെടുക്കാൻ പാടില്ലല്ലോ. കെട്ടി പറയുന്നത് ആ മാധ്യമ പ്രവർത്തകർ പറയുന്ന അൻവറിന്റെ വാദം ഏറ്റെടുത്തു. ഇത് കള്ളക്കടത്ത് പിടിച്ചാൽ ഉടനെ ഒന്നും ചെയ്യാതെ നേരെ കസ്റ്റംസിനെ ഏൽപ്പിക്കണം. ഈ അവതാരകർ കുറച്ചുകൂടെ കണ്ടന്റ് ഫുൾ ആകണം എന്നൊരു ഫീല് തോന്നാറുണ്ടോ? അല്ല, അവതാരകർ കണ്ടന്റ് ഫുൾ ആകാൻ പറ്റത്തില്ല. അതിന് കാരണം അവരുടെ നറേറ്റീവ് എന്താണോ അത് സ്ഥാപിക്കാൻ വേണ്ടി അയുക്തികമായ കാര്യങ്ങൾ, യുക്തിസഹമല്ല അയുക്തികമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം സ്വർണ്ണക്കള്ളക്കടത്ത് ഫുൾ ആയാൽ ശ്രീനിൽകുമാർ പലപ്പോഴും നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഒരു വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ എന്താണ് സ്മൃതിയുടെ മുമ്പിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു അജണ്ടയുണ്ട്. അത് വലതുപക്ഷത്തിന്റെ അജണ്ടയാണ്. ആ പൊളിറ്റിക്കൽ അജണ്ട വലതുപക്ഷത്തിന്റെ അജണ്ടയാണ്. അതിൽ CPM-നെ കോർണർ ചെയ്യാന്നുള്ളതാണ് അജണ്ട. മാത്രമല്ല, വിവരങ്ങളും ആ ചാനൽ കൊടുക്കുന്നതേ ചില അവതാരകർക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് പ്രശ്നം, അല്ലെങ്കിൽ ഒരു കോൺസുലേറ്റിലെ പ്രശ്നം, അല്ലെങ്കിൽ എയർപോർട്ടിലെ കാര്യങ്ങൾ, ഇതാരാണ്, ഏത് വകുപ്പാണ്, സെൻട്രൽ ഗവൺമെൻറ് ഇതിന് എന്താണ് ബന്ധം, ഇത്തരം കാര്യങ്ങൾ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിക്ക് എന്താണ് ബന്ധം, ഇതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് തന്നെ. ദുബായ് അല്ല, ഒരു വാക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. സുരേഷ്, ഈ നമ്മുടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എത്ര ദിവസം ചർച്ച ചെയ്തത്? ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് കേരള സർക്കാരിനും കേരള പോലീസിനും എന്ത് ബന്ധം? നേട്ടം ഉണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷത്തിനാണ്. പിന്നീട് ഇടതുപക്ഷത്തിന് അതിൻ്റെ ഇതുണ്ടായി. ഇവർ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായി. അപമാനിക്കപ്പെട്ട മനുഷ്യരോ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും ഇപ്പോൾ വസ്തുത മനസ്സിലാക്കാൻ ലേബർ സൊസൈറ്റി, കേരളീയ മാധ്യമ സമൂഹം ചെയ്ത വലിയ നടന്നത്. അതിലൊരു കാര്യമേ, ഇത്രയും വലിയ ആക്രമണം നടന്നപ്പോൾ വളരെ ഞാനൊന്ന് പോയിക്കോട്ടെ, ഒരു പ്രതിരോധം തീർക്കാനും അന്ന് കഴിഞ്ഞു. ചർച്ചയ്ക്ക് ഇങ്ങനല്ല കേട്ടോ, കുറച്ചുകൂടെ കിട്ടാത്ത സ്പേസ് ഇടിച്ചു മേടിക്കുന്ന ആളല്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ സോഷ്യലിസ്റ്റ് മത്സരമില്ല. ഞങ്ങളുടെ നിലപാട് സോഷ്യലിസ്റ്റ് മത്സരത്തിന് ചില പ്രത്യേകതകളുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം. ആളുകളെ ഒരു നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സംവിധാനമാണ് മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആവുന്നത്. നിർഭാഗ്യവശാൽ ഇവിടെ തികച്ചും പക്ഷപാതപരമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നത്. ആ നിലപാടുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് അസത്യങ്ങളെയും അർദ്ധസത്യങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു നിലയാണുള്ളത്. ഈ നിലപാടിൽ നിന്ന് നിർബന്ധമായിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാറിയാൽ മാത്രമേ ഇതൊരു ചടുലമായ നിലക്ക് ജനങ്ങൾ സ്വീകരിക്കുന്ന നിലയുണ്ടാവും. ഇന്ന് ആളുകൾ യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ വേണ്ടത്ര കാണാൻ താല്പര്യം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം വാട്ട് ഈസ് ദ കണ്ടൻഷൻ ഗോയിങ് ടു ബി മെയ്ഡ് ബൈ ദാറ്റ് ചാനൽ. അത് അറിയുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിൽ വലിയ താല്പര്യമില്ലാതാവുകയാണ്.